ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനും ഒപ്പം രണ്ടാം പ്രതി ജോബി ജോസഫിനുമായുള്ള വ്യാപകമായ തിരച്ചിലാണ് അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. പത്തനംതിട്ട മൈലപ്രയിലുള്ള ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി നോട്ടീസ് നൽകി. രണ്ടാം പ്രതിയാണ് കേസിൽ ജോബി ജോസഫ്. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ജോബി, പത്തനംതിട്ടയിൽ അന്വേഷണ സംഘം കേന്ദ്രീകരിക്കുന്നു. പാലക്കാട്ടേതുപോലെ തന്നെ മുമ്പ് ഫെനി നൈനാന്റെ വീട്ടിലായിരുന്നു തിരച്ചിലെങ്കിൽ ഇപ്പോൾ ജോബി ജോസഫിന്റെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു, സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു. വ്യാപകമായൊരു തിരച്ചിൽ, പരിശോധന, കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം ഉണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനായും ഒപ്പം തന്നെ ജോബി ജോസഫിനായും ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വലിയ തോതിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജോബിയുടെ അടുത്ത സുഹൃത്തിന്റെ വീട്ടിൽ, നിലവിൽ മൈലപ്രയിലെ അടുത്ത സുഹൃത്തിന്റെ വീട്ടിൽ നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരോട് ഈ പരിസരത്ത് തന്നെ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ഉൾപ്പെടെ നൽകുന്ന സാഹചര്യം ഉണ്ടായി. ത്തി ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യലിന് എത്തണമെന്നാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത്, ഒപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ വീട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടൊരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം താൽക്കാലികമായി നോട്ടീസ് നൽകിയെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇദ്ദേഹത്തെ ഇന്ന് കൂടെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഈ അന്വേഷണ സംഘം ഇവിടെ തന്നെ തുടരുകയാണ്. മൈലപ്രയിലുള്ള ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ പോലീസ് സംഘം തുടരുന്നത്. ഈ വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തായ ഫെനി നൈനാന്റെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ അമ്മ മാത്രമാണ് ഉണ്ടായത്. അമ്മയോട് ഉൾപ്പെടെ പോലീസ് മോശമായ തരത്തിൽ ഇടപെട്ടു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം ഫെനി ഉന്നയിക്കുകയും അടൂർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും ജോബിക്ക് വേണ്ടിയുമുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധന അത് വ്യാപകമാക്കുകയാണ്. പത്തനംതിട്ടയിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ചും പാലക്കാടിന് സമാനമായ രീതിയിലുള്ള ഒരു പരിശോധന ഏതായാലും ഈ ലൈംഗികാതിക്രമ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് എങ്ങോട്ടേക്ക് മാറി എന്നത് കണ്ടെത്താൻ വേണ്ടി പാലക്കാട് രാഹുലുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫ്, രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിന്റെ അടുപ്പക്കാരെ പത്തനംതിട്ടയിലും അവരുടെ വീടുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.